നമുക്ക് അടുത്തായിട്ട് പുതിയൊരു സാധനം പഠിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ നമ്മൾ ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ഹലോ വേൾഡ് ആപ്പ് ഉണ്ട്. ഒന്നുമില്ല, സ്റ്റേറ്റ്ലെസ് വിജറ്റ് ആണ്. അതിനകത്ത് ടൈറ്റിൽ ഒരു ഹലോ വേൾഡ് ടെക്സ്റ്റ് ഉണ്ട്, ബോഡിയിൽ സെൻറ്ററിൽ ഒരു ഹലോ വേൾഡ് ടെക്സ്റ്റ് ഉണ്ട്. പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ ബോഡീൻ്റെ അകത്ത് ഞാനിത് സെൻറ്റർ മാറ്റിയിട്ട് ഒരു ലിസ്റ്റ് വ്യൂ എന്നുള്ള വിജറ്റ് കൊടുക്കണം. നമ്മൾ പറഞ്ഞതാണ് ലിസ്റ്റ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കോളം തന്നെയാണ്. പക്ഷെ പ്രത്യേകത എന്താ, ഇതിൽ ചിൽഡ്രൻ്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്യാൻ പറ്റും. അതായത് ചിൽഡ്രൻ ആയിട്ട് നമുക്കിപ്പോൾ ലിസ്റ്റ് ടൈൽ എന്നുള്ള വിജറ്റ് ഉണ്ട്. നമ്മളെ വാട്സപ്പിലെ ചാറ്റിൻ്റെ ലിസ്റ്റിംഗ് ഒക്കെ മാതിരിയുള്ളൊരു സാധനമാണ് ലിസ്റ്റ് ടൈൽ. അപ്പോൾ അതിന് ടൈറ്റിലും സബ് ടൈറ്റിലും 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ കണ്ടതാണ്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വെറുതെ കൊടുക്കാം കേട്ടോ, ഹലോ വേൾഡും. ഇപ്പോൾ ഇതിൽ കുറേ എണ്ണം ഉണ്ടെങ്കിലോ, അതായത് നമ്മളിങ്ങനെ കുറേ എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ കോളം ആണെങ്കിൽ ഇതിപ്പോൾ ഓവർഫ്ലോ ആയിട്ടുണ്ടാവും. പക്ഷേ ലിസ്റ്റ് വ്യൂ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രോൾ ചെയ്യാൻ പറ്റും. അതാണ് കോളവും ലിസ്റ്റ് വ്യൂ തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ പഠിച്ചതാണ്, പുതുതായിട്ടൊന്നും ഇതിനകത്തില്ല. എല്ലാം നമ്മൾ കണ്ട് പരിചയമുള്ള വിജറ്റുകളാണ്. ഓക്കെ, അടുത്തായിട്ട് ഞാൻ ഇവിടെ ഒരു വാരിയബിൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ വാരിയബിളിന് ഞാൻ ഡാറ്റ എന്ന് പേര് കൊടുക്കണം. കോൺസ്റ്റ് കൊടുത്തെന്ന് വെച്ചാൽ അത് ഞാൻ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് കോൺസ്റ്റ് കൊടുത്തത്. നിങ്ങൾക്ക് ഫൈനൽ കൊടുക്കുക, അല്ലെങ്കിൽ വാറ് കൊടുക്കുക, എന്തുണ്ടെങ്കിലും കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കണം. അതായത് നമ്മൾ പെട്ടി ഉണ്ടാക്കണം. ഒന്ന് കൂടുതൽ നമ്മൾ അറയെന്നൊക്കെ വിളിക്കുന്ന സാധനം അല്ലേ, അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ അതിൽ കുറച്ച് പേരുകൾ കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ 3 ആൾക്കാരുടെ പേര് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡാറ്റ എന്നുള്ളൊരു വാരിയബിൾ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 3 ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് 3 ലിസ്റ്റ് ടൈൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് സബ് ടൈറ്റിൽ വേണ്ട, ടൈറ്റിൽ മാത്രം മതി ഈ ഒരു കേസിൽ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, ഒന്നാമത്തെ ആളെ കിട്ടണമെങ്കിൽ ഡാറ്റ ഓഫ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ആളെ കിട്ടും. പിന്നെ ഇതേപോലെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇത് ഡാറ്റ ഓഫ് 1 കൊടുത്താൽ മതി. വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യാം, ഡാറ്റ ഓഫ് 2 കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് 3 ആൾക്കാരുടെ പേര് 3 ലിസ്റ്റ് ടൈലായിട്ട് കാണിക്കാൻ പറ്റും. നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഡാറ്റ എന്നുള്ളൊരു വാരിയബിളിൽ 3 ആൾക്കാരുടെ പേര് ലിസ്റ്റ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചു. അത് നമ്മൾ ലിസ്റ്റ് ടൈലാക്കി കൊടുത്തു. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാ കാര്യങ്ങളും സേവ് ആണ്. ആകെ ഇവിടെയുള്ള ഈ ഇൻഡെക്സ് മാത്രമേ മാറുന്നുള്ളൂ, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഡാറ്റ മാത്രമേ മാറുന്നുള്ളൂ, ടെക്സ്റ്റിൻ്റെ. അപ്പം ഇങ്ങനത്തെ സംഭവം നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ലിസ്റ്റ് വ്യൂവിൻ്റെ കൂടെ നെയിംഡ് കൺസ്ട്രക്ടേഴ്സ് നമ്മൾ സാധാരണ ഡാർട്ടിൽ പറയാം. ഒന്നുമില്ല, നിങ്ങൾ ലിസ്റ്റ് വ്യൂ ഉണ്ടാക്കുമ്പോൾ ലിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ട് ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബിൽഡർ എന്ന് കാണാം. അപ്പം ബിൽഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം കൊണ്ട് ലിസ്റ്റ് വ്യൂ ഉണ്ടാക്കാൻ പറ്റും. പേര് തന്നെ ബിൽഡർ, ഉണ്ടാക്കുന്ന സാധനം. ഓക്കെ, അപ്പം അത് ഇൻപുട്ടായിട്ടൊരു ഫംഗ്ഷൻ എടുക്കുന്നുണ്ട്. ആ ഫംഗ്ഷൻ്റെ പേര് ഐറ്റം ബിൽഡർ എന്നാണ്. ആ ഫംഗ്ഷൻ എന്താ എടുക്കുന്നത്, ഇൻപുട്ടായിട്ട് ഒരു കോണ്ടെക്സ്റ്റും പിന്നെ ഒരു ഇൻഡെക്സും ആണ്. അതായത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ആ ഫംഗ്ഷൻ എഴുതി നോക്കാം. ഓക്കെ, കോണ്ടെക്സ്റ്റ് കോമ ഇൻഡെക്സ്. എന്നിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ഒലക്കാന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് സേവ് ചെയ്യാണ്. സേവ് സമയത്ത് നിങ്ങൾക്ക് കാണാം ഇത് ഇൻഡെഫിനിറ്റ് ആയിട്ട് മൊത്തം ഒലക്കാന്ന് വന്നിട്ടുണ്ട്. അതായത് എത്ര ഒലക്ക പോസിബിൾ ആണോ അത്രയും വന്നിട്ടുണ്ട്. അതിന് റീസൺ എന്താ വെച്ചാൽ നമ്മൾ ബിൽഡറിനകത്ത് ഡീഫോൾട്ടായിട്ട് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും, കൗണ്ട് കൂടെ കൊടുക്കേണ്ടി വരും. അതായത് നിങ്ങളിങ്ങനെ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഐറ്റം കൗണ്ട് എന്നുള്ള പ്രോപ്പർട്ടി, ഇത് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഐറ്റം കൗണ്ട് ഞാൻ എന്താക്കാണ് 5 എന്ന് കൊടുക്കുകയാണ് ശേഷം 5 ഒലക്ക വന്നിട്ട് ഇപ്പോൾ 10 എന്ന് കൊടുക്കാന്ന് വിചാരിച്ചു. എന്താ 10 ഒലക്ക വന്നിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റ് വ്യൂവിനകത്ത് എത്ര ആൾക്കാർ വേണമെന്നുള്ളതിൻ്റെ കൗണ്ട് ഐറ്റം കൗണ്ട് ആയിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലിസ്റ്റ് വ്യൂവിന് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനത്തെ ലിസ്റ്റ് എന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെയിംഡ് കൺസ്ട്രക്ടറാണ് ലിസ്റ്റ് വ്യൂ ഡോട്ട് ബിൽഡർ എന്ന് പറയും. അതിന് റിക്വയർഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഐറ്റം ബിൽഡറാണ്. ഈ ഐറ്റം ബിൽഡറിൻ്റെ പണി എന്താ, ഇത് ഓരോ ഇൻഡെക്സിലുള്ള എലമെന്റിനെ ബിൽഡ് ചെയ്യാൻ ഈ ഫംഗ്ഷനാണ് വിളിക്കുക. അതായത് ഈ ഫംഗ്ഷൻ എന്താണോ തിരിച്ചു തരുന്നത് അതാണ് അവിടെ കാണിക്കുക. അപ്പം ഇതിൽ 10 ആളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫംഗ്ഷൻ വർക്കാവും. ഈ ഫംഗ്ഷനിൽ ഇൻഡെക്സിന് ഒന്നാമത്തെ ആളായതുകൊണ്ട് 0 പാസ് ചെയ്യും. 0 എന്ത് പാസ് ചെയ്താലും ഇത് ടെക്സ്റ്റ് ഒലക്കാന്നേ വരുള്ളൂ. അതുകൊണ്ട് ഒലക്കാന്ന് തന്നെ കാണിക്കണം. നേരെ മറിച്ച് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഈ ഒലക്കാന്നുള്ള മാറ്റിയിട്ട് നമ്മളിവിടെ ഇൻഡെക്സ് ആക്കി കഴിഞ്ഞാലോ, ഇൻഡെക്സ് ആണ് അതിലേക്ക് വരാം. കണ്ടോ, അതായത് ഐറ്റം ബിൽഡർ ഒന്നാമത്തെ ആളെ ബിൽഡ് ചെയ്യാൻ ഈ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഇൻഡെക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. അടുത്ത ആളെ ബിൽഡ് ചെയ്യാൻ 1 ആയിരിക്കും. അങ്ങനെ അവസാനത്തെ ആളെ ബിൽഡ് ചെയ്യാൻ 9 ആയിരിക്കും. കാരണം നമ്മൾ ഐറ്റം കൗണ്ട് 10 കൊടുത്തത്. അങ്ങനെ നമ്മൾ ഐറ്റം കൗണ്ട് എന്ത് ചെയ്യുക, ഡാറ്റേന്റെ ലെങ്ത് ആയിട്ട് അങ്ങ് കൊടുത്താലോ, അതായത് ഈ ഒരു പെട്ടിനകത്ത് എത്ര ആളുണ്ട് എന്നുള്ള കൗണ്ട് ആയിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അത്ര പ്രാവശ്യം വരുള്ളൂ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ പറയുന്നതിന് പകരം ഡാറ്റ ഓഫ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ. കണ്ടോ, അപ്പോൾ നമ്മൾ നേരത്തെ മാനുവലി ടെക്സ്റ്റ് കൊടുക്കുന്നതിന് പകരം ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് ലിസ്റ്റ് വ്യൂ ഡോട്ട് ബിൽഡർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലിസ്റ്റിനകത്തുനിന്ന് ഈ ഒരു ലിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വിജറ്റിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാ, ബിൽഡർ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഇൻപുട്ട് ആയിട്ട് ഒരു ഐറ്റം ബിൽഡർ എടുക്കും. അത് കോണ്ടെക്സ്റ്റ് ഇൻഡെക്സും ആണ് ഇൻപുട്ട് ആയിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിൽ എത്ര കൗണ്ട് കൊടുത്തിട്ടുണ്ടോ അത്രയും വട്ടം ഈ ഫംഗ്ഷനെ വിളിക്കും. ഓരോ വട്ടം വിളിക്കുമ്പോൾ ആ ഇൻഡെക്സിന്റെ വാല്യൂ പാസ് ചെയ്യും. അപ്പം അങ്ങനെ ആദ്യത്തെ മുതൽ അവസാനം വരെയുള്ള എല്ലാ ഇൻഡെക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഫംഗ്ഷൻ വിളിക്കും. എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന വിജറ്റ് എന്താണോ അതാണ് ലിസ്റ്റ് വ്യൂവിലേക്ക് ആഡ് ചെയ്യുക. ടെക്സ്റ്റിന് പകരം ഞാൻ ലിസ്റ്റ് ടൈലാ കൊടുത്തെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യാം, കാണാൻ പറ്റും. അതായത് ഞാനിവിടെ കൊടുക്കും. ഈ ഒരു കേസിൽ ഡാറ്റ നമുക്ക് ജസ്റ്റ് സ്ട്രിങ് ആണ്. എല്ലാ കേസിലും അങ്ങനെ സ്ട്രിങ് ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റ എന്നുള്ള ലിസ്റ്റിനകത്ത് കുറേ മാപ്പുകൾ കൊടുത്താണ്, അല്ലെങ്കിൽ ഡിക്ഷണറി പോലെ കൊടുത്താണ് കീ വാല്യൂ പെയർ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഡാറ്റ ഓഫ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രിങ് അല്ല കിട്ടുക, അതൊരു മാപ്പാണ് കിട്ടുക. ആ മാപ്പിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പ്രോപ്പർട്ടീൻ്റെ പേര് കൊടുക്കണം. അതായത് നെയിം ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നെയിം കൊടുക്കാം. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ ഈ റെഡ് കളർ കാണാം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇൻപുട്ടായിട്ട് സ്ട്രിങ്ങിനാണ് എടുക്കുന്നത്. അതായത് ഓപ്ഷണൽ സ്ട്രിങ് അല്ല. ശരി, നമ്മളൊരു മാപ്പിനകത്ത് നിന്ന് ഒരു സാധനത്തിനെ ആക്സസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് ഒരു സാധനത്തിനെ എടുക്കുന്ന സമയത്ത് അത് ഉണ്ടാവാം. അതായത് നെയിം എന്നുള്ളൊരു കീയിൽ ഇവിടെ വാല്യൂ ഉണ്ട്, പക്ഷെ എല്ലാത്തിലും വാല്യൂ ഉണ്ടാവണമെന്നില്ല. അതായത് ഇത് ഓപ്ഷണൽ സ്ട്രിങ് ആണ് തരുന്നത്. അതായത് ഇത് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല. അതായത് എല്ലാ ഇൻഡെക്സിലും എല്ലാവർക്കും നെയിം, അഥവാ നമ്മളിവിടെ അറിയാണ്ട് ഇവിടെ ഇത് വിട്ടു എന്ന് വിചാരിച്ചു നെയിം കൊടുക്കാൻ, പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ ഒരു എറർ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന് ശേഷം ഒരു എക്സ്ക്ലമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് എന്ത്, ഇത് ഉറപ്പായിട്ടും വാല്യൂ ഉണ്ടാവും, പേടിക്കേണ്ടെന്ന് നമ്മൾ ഡാറ്റിനോട് പറയുക ചെയ്യും. അതുകൊണ്ട് ആ എറർ പോയി കിട്ടി. അപ്പോൾ ഇനി നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്തപ്പോൾ അലക്സ്, ജോ, ജാക്ക് വന്നിട്ടുണ്ട്. എന്താ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡാറ്റനകത്ത് എന്താ ഉള്ളത്, മാപ്പുകളാണ്. നേരത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രിങ്ങുകളാണെങ്കിൽ മാപ്പുകളാണ്, അതായത് ഒന്ന് കൂടുതൽ ഡാറ്റ അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ലിസ്റ്റ് ടൈറ്റിൽ നമ്മൾ ടൈറ്റിൽ കൊടുത്തു. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, സബ് ടൈറ്റിലും കൊടുക്കാം. സബ് ടൈറ്റിൽ നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് ഡാറ്റയിൽ ഇൻഡെക്സിൽ മെസ്സേജ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയും നേരത്തെ പോലെ തന്നെ നമ്മൾ ഒരു മാപ്പിനകത്ത് നിന്ന് ഒരു സാധനത്തിന് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാണ്ടിരിക്കാം. അതുകൊണ്ടാണ് ഈ റെഡ് എറർ വരുന്നത്. ജസ്റ്റ് ഒരു എക്സ്ക്ലമേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം എനിക്ക് ഉറപ്പാണ് ഈ സാധനം വാല്യൂ തരും എന്നുള്ളത്, പേടിക്കേണ്ട നമ്മൾ ഡാറ്റിനോട് പറയണം. എന്നിട്ട് സേവ് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മൾ ബേസിക്കലി എന്താ ചെയ്തത്, നമ്മൾ ഇവിടെ ഉള്ള ഡാറ്റേനെ നമ്മളൊരു വിജറ്റായിട്ട് മാറ്റുക ചെയ്യും. അതായത് നമ്മളൊരു ഡാറ്റേനെ വിജറ്റായിട്ട് മാപ്പ് ചെയ്യാൻ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് കിട്ടുന്ന ഡാറ്റനെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ രൂപത്തിലുള്ള ഡാറ്റനെ നമുക്ക് സ്ക്രീനിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിജറ്റായിട്ട് ലിസ്റ്റ് വ്യൂ ഒക്കെ ആയിട്ട് മാറ്റും. അപ്പോൾ നമ്മൾ വാട്സപ്പിലൊക്കെ ഇപ്പോൾ ഒരാളുടെ ചാറ്റ് തുറക്കുമ്പോൾ അയാളുടെ മൊത്തം മെസ്സേജും നമ്മളെ ഫോണിലേക്ക് എത്തുക ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ലിസ്റ്റ് ആയിട്ട്. അപ്പം ആ ലിസ്റ്റിൽ കൂടെ ഇങ്ങനെ ചാടി പോയിട്ട് ഇതിനെ ചാറ്റ് രൂപത്തിലേക്ക് കാണിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് വർക്ക് ചെയ്തിട്ടാണ് തരിക. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ലിസ്റ്റ് വ്യൂ ഡോട്ട് ബിൽഡർ എന്നുള്ള, അതായത് ലിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വിജറ്റിന്റെ ബിൽഡർ എന്നുള്ളൊരു കൺസ്ട്രക്ടർ ഉണ്ട്, നെയിംഡ് കൺസ്ട്രക്ടർ ആണ്. അത് ഇൻപുട്ടായിട്ട് രണ്ട് കാര്യങ്ങൾ എടുക്കും, ഒരു ഐറ്റം ബിൽഡറും ഐറ്റം കൗണ്ടും. ഐറ്റം കൗണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലിസ്റ്റിൽ എത്ര എലമെന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ 3 ആയതുകൊണ്ട് നമ്മൾ ഡാറ്റ ഡോട്ട് ലെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലിസ്റ്റിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടുമല്ലോ, 3 ആളുണ്ട്. അപ്പോൾ അത് 3 പാസ് ചെയ്യും. പിന്നുള്ളത് ഒരു ഫംഗ്ഷനാണ്, ബിൽഡർ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഇൻപുട്ടായിട്ട് ഒരു കോണ്ടെക്സ്റ്റും ഒരു ഇൻഡെക്സും എടുക്കും. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ആളെ ബിൽഡ് ചെയ്യുമ്പോൾ ഈ ഇൻഡെക്സിന്റെ വാല്യൂ 0 ആയിരിക്കും, രണ്ടാമത്തെ ആളെ ബിൽഡ് ചെയ്യുമ്പോൾ ഇൻഡെക്സിന്റെ വാല്യൂ 1 ആയിരിക്കും, അങ്ങനെ അവസാനത്തെ ആളെ ബിൽഡ് ചെയ്യുമ്പോൾ ഇൻഡെക്സിന്റെ വാല്യൂ n-1, ഇവിടുത്തെ കേസിൽ 3-1 2 ആയിരിക്കും. ആ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ഡാറ്റയിൽ നിന്ന് എലമെന്റിനെ ആക്സസ് ചെയ്യാം. അപ്പം ഡാറ്റ ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെയാണ് കിട്ടുക. ഇത് മൊത്തം നമുക്ക് നേരെ കാണിക്കാൻ പറ്റില്ല, ഇതൊരു മാപ്പാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടണം. നെയിമിന്റെ വാല്യൂ അലക്സ് ആണ്, മെസ്സേജിന്റെ വാല്യൂ ഹായ് ദേർ ആണ്. അപ്പോൾ നെയിമിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നെയിം കൊടുത്തത്. അപ്പം ഇങ്ങനെ നമ്മൾ മാപ്പിനകത്ത് നിന്ന് ആക്സസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഉണ്ടാവാം, ചിലപ്പം ഇല്ലാണ്ടിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതൊരു ഓപ്ഷണൽ സ്ട്രിങ് ആണ് തരാം. അതിന് നമുക്ക് ശരിക്കും സ്ട്രിങ് ഉണ്ട് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരു എക്സ്ക്ലമേഷൻ കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡാർട്ടിനോട് പറയാണ് പേടിക്കേണ്ട, ഇത് ഉറപ്പായിട്ട് സ്ട്രിങ്ങിനെ തന്നെ തരാണ്ടോ. അത് കൊടുത്തില്ലെങ്കിൽ ഡാർട്ട് കംപ്ലൈൻറ്റ് ചെയ്യും, എന്താ ഇത് ഓപ്ഷണൽ സ്ട്രിങ് ആണ്, പക്ഷേ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ കാണിക്കാൻ സ്ട്രിങ് എന്തായാലും നിർബന്ധമാണ്, ഓപ്ഷണലായിട്ട് കിട്ടിയാൽ പോരാ. അത് നമുക്ക് ശരിയാക്കാം. ഓക്കെ, കുഴപ്പങ്ങളില്ല. നമുക്ക് ഇനി വേണമെങ്കിൽ ഇവിടെയും ഇനിയും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. അത് ഞാൻ ഇവിടെ ഇപ്പോൾ ലീഡിങ് ഉള്ള സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സർക്കിൾ അവതാറിൽ ചൈൽഡായിട്ട് ടിക്കൻസ് ഡോട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം കേട്ടോ. കണ്ടോ, ആ രൂപത്തിൽ വന്നില്ലേ. നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇതിനെ മാറ്റാം. ഇവിടെ ഇത്രയും നിങ്ങൾ ആലോചിക്കുന്നുള്ളൂ. നമുക്ക് കിട്ടിയൊരു ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്തു, വിജറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ നമ്മൾ മാപ്പ് ചെയ്യാന്ന് വിളിക്കാം. അപ്പം ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലിസ്റ്റ് വ്യൂ ആണെങ്കിൽ ലിസ്റ്റ് വ്യൂക്ക് ഡോട്ട് ബിൽഡർ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. ആ ബിൽഡർ ഫംഗ്ഷനകത്ത് നമ്മൾ ഈ 2 പ്രോപ്പർട്ടി എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഡാറ്റ നമ്മൾ തന്നെ കൊടുത്തിരിക്കുകയാണ് നേരെ. എല്ലാ കേസിലും ഇങ്ങനെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് ഡാറ്റ കൊടുക്കല്ല ചെയ്യാം. നമുക്ക് ചിലപ്പോൾ നേരത്തെ പോലെ ബാക്ക് എൻഡിൽ നിന്ന് ഡാറ്റ ഇങ്ങോട്ട് കിട്ടുന്ന സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഡാറ്റനെ ലോഡ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണെന്നാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.